അപ്പോൾ നമ്മുടെ പുതിയ അധ്യയന വർഷം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സ്റ്റുഡൻസിനും പാരന്റ്സിനും ഒത്തിരി ഡൗട്ട്സ് മനസ്സിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡൗട്ട്സും അതിന്റെ ആൻസേഴ്സുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. യെസ്, തീർച്ചയായിട്ടും മക്കൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ടുകളുണ്ട്. മക്കൾക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ചാണ്. എങ്ങനെയായിരിക്കും ഈ വർഷം സിലബസ്, കൂട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് മക്കൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ SSLC സ്റ്റുഡൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്കൊരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം അവരുടെ കണ്ടന്റിൽ 25% കുറയ്ക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പൊ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഓരോ ടോപ്പിക്സിലും കുറച്ച് കൂടുതൽ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ ദെൻ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റില് 2 വീക്സ് എന്തായിരിക്കും സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുക? 2 വീക്സ് ക്ലാസ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടുകൾ മക്കൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ഇതറിയാൻ വേണ്ടി എന്തായാലും എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും. കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ നമുക്ക് 2 വീക്സ്, ഫസ്റ്റത്തെ 2 വീക്സ് ക്ലാസ്സസ് ഉണ്ടായിരുന്നില്ല. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പകരം അവർക്ക് സ്കൂളിൽ പ്രവൃത്തി ദിവസങ്ങളായിരുന്നു. അതിലുണ്ടായിരുന്നത് നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അവയർനെസ് ക്ലാസ്സുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു, എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതേ ഒരു പാറ്റേൺ തന്നെയാണ് വീണ്ടും ആവർത്തിക്കാൻ പോകുന്നുണ്ടാവും. എന്തായാലും ഇത് കേട്ടപ്പോൾ ഒരു നല്ലോണം ഹാപ്പി ആയിട്ടുണ്ടാവും. വീണ്ടും അവർക്ക് നല്ലപോലെ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയണം. അതായത് ഈ വർഷം മഴക്കാലാണല്ലോ, അവധികൾ കൂടുമോ എന്നുള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ അവധികൾ ഉണ്ടാവുമോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒരുവിധം എല്ലാ ജില്ലകളിലും പുതിയ കളക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. മഴക്കാലം ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ കൂടുതൽ ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണ്. കാരണം കളക്ടർ ബ്രോസും അവധി കിട്ടുമോ, അവധി തരുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഇപ്രാവശ്യവും മഴ കനത്ത് കഴിഞ്ഞാൽ നമുക്ക് അവധിയായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പൊ അങ്ങനെ അവധികളൊക്കെ കിട്ടുവാണെങ്കിൽ ഓണം എക്സാം എപ്പോഴായിരിക്കും നടക്കുക? സാധാ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ഡൗട്ടും കൂടി മക്കളുടെ മുന്നിലുണ്ട്. നേരത്തെ ആവുന്ന ഡൗട്ട് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ നമുക്കറിയാം കുറേ ലീവ് കിട്ടിയിട്ടും നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ എക്സാം നടന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് വീക്കിന്റെ ഉള്ളിൽ തന്നെയായിട്ട് നമുക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് വൈസ് ഇപ്പോഴും എന്തൊക്കെ ലീവ് ഉണ്ടെങ്കിലും നമ്മുടെ എക്സാം കറക്റ്റ് ടൈമിൽ നടക്കും എന്നുള്ളത് തന്നെയാണ്. ഓഗസ്റ്റ് സെക്കൻഡ് വീക്കോട് കൂടെ എന്തായാലും നമ്മുടെ ക്ലാസ് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിന് ആൻസർ അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെ മൈൻഡിലും ഹോളിഡേ എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ ഒരു ദിവസം സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എന്നുള്ളത് അറിയാം. പക്ഷേ UP ക്ലാസ്സിലെ കുട്ടികൾക്ക് എക്സ്ട്രാ 3 സാറ്റർഡേസ് വർക്ക് ചെയ്യാനും അതേപോലെ ഹൈസ്കൂൾ കുട്ടികൾക്ക് 7 ശനിയാഴ്ചകളിൽ വർക്കിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പൊ ആ ഒരു കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്കൂളിൽ പോവാം. ചെറുതായിട്ട് സ്കൂളിൽ പോയിട്ട് ഒന്ന് പഠിച്ചിട്ട് വരാം. സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന എല്ലാ മക്കളും ഇത് കേട്ടപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ടാവും, ചിലവർ സങ്കടപ്പെടുന്നുണ്ടോ? അതെ, അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ടെൻഷൻസ് ഇപ്പൊ സിലബസ് കൂട്ടുകയോ കുറയ്ക്കോ എന്നുള്ളത്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ടഫ് ആവില്ല, ഈസി ആയിരിക്കോ, എക്സാംസ് നേരത്തെ ആവോ അതോ വൈകോ എന്നൊക്കെ ഉള്ളത്. മക്കളെ നിങ്ങൾ ആലോചിക്കേണ്ടത് എക്സാംസ് നേരത്തെ ആയാലും ശരി വൈകിയാണെങ്കിലും എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് എടുക്കാവുന്നതാണ് അല്ലെ. എന്തിനുള്ള സൊല്യൂഷൻ ആണ് MS സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ നമുക്ക് ഇപ്പോൾ ലെവൽ 1 ഈസി ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ലെവൽ 2 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മോസ്റ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, യുണീക് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പോട് ഒരാളുടെ ഒരു പ്രത്യേക സപ്പോർട്ടോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ, അതും നമ്മുടെ സ്വന്തം MS സാറിൻ്റെ തന്നെ സപ്പോർട്ടോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ MS സൊല്യൂഷൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബാച്ചസ് ഉണ്ട്. ബേസ് ബാച്ച് ഉണ്ട്, മെയിൻ ബാച്ച് ഉണ്ട്, പ്രീമിയം ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.